നൗഷദ് അലിയോട് ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് താങ്കൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത് നൗഷദ് അലി? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, നൗഷദ് അലിയോടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ശിലായുഗത്തിലാണോ ജീവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. താങ്കൾ ശിലായുധത്തിലാണോ ജീവിക്കുന്നത്? മണ്ടത്തരം വിളിച്ചു പറയില്ല സാർ. നിങ്ങൾക്ക് എതിർക്കാം, നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം പറയാം, പക്ഷേ ശുദ്ധ വങ്കത്തരം പറയരുത്. ഗോൾവാൾക്കർ ഫെഡറൽ സിസ്റ്റത്തിന് എതിരായിരുന്നു എന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. ഗോൾവാൾക്കർ ഫെഡറൽ സിസ്റ്റത്തിന് എതിരായിരുന്നു അല്ലയോ എന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഫെഡറൽ സംവിധാനത്തിനെതിരായി നിന്നുകൊണ്ട് കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടപ്പോൾ അന്ന് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിടരുത്, അത് ഇന്നത്തെ ഭാരത രാഷ്ട്രത്തിന്, ഇന്നത്തെ ഫെഡറൽ സമ്പ്രദായത്തിന് അതെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി അഭിപ്രായം പറഞ്ഞ ആളാണ് ശ്രീ ഗുരുജി ഗോൾവാൾക്കർ. താങ്കൾ അറിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുക. താങ്കളിപ്പോൾ പറഞ്ഞു ഗുരുജി ഗോൾവാൾക്കർ റിസർവേഷനെതിരായിരുന്നു. താങ്കൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ റിസർവേഷനെതിരായിരുന്നു എന്ന്? നിങ്ങളെ ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും എഴുതിയ പുസ്തകം വെച്ച് സംസാരിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, ഈ സ്ഥാനത്തും അസ്ഥാനത്തും RSSും ഗോൾവാൾക്കറിനെ ഒന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. നമുക്ക് 1947 മുതൽ ഈ 2024 വരെയുള്ള കോൺഗ്രസിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞ BR അംബേദ്കർ, ആ BR അംബേദ്കർ ആണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സൃഷ്ടി. എന്തേ നിങ്ങൾ BR അംബേദ്കർക്ക് ഒരു ഭാരതരത്നം കൊടുത്തില്ല? നിങ്ങൾ 1955 നെഹ്റുവിന് കൊടുത്തു, നിങ്ങൾ 1971 ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു, നിങ്ങളെന്തുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന് കൊടുത്തില്ല? നിങ്ങളെന്തുകൊണ്ട് BR അംബേദ്കറിന് കൊടുത്തില്ല? എന്തിനാ കൂടുതൽ നമ്മൾ തപ്പി ലോകം മുഴുവനും പോകുന്നത്? ഇനി ഇവിടെ നേരത്തെ അഭിലാഷ് മോഹൻ ഒരു കത്തിൻ്റെ കാര്യം പറഞ്ഞു. 1947 ഒക്ടോബർ മാസം 15-ാം തീയതി, ഇന്ന് ഇത് രാജ്യസഭയിൽ വായിച്ചിട്ടുള്ള കത്താണ്. അതുകൊണ്ട് ആ കത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതായത് സ്വാതന്ത്ര്യം നേടി 3 മാസം കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു എല്ലാ സംസ്ഥാനങ്ങൾക്കും, എല്ലാ പ്രൊവിൻഷ്യലായിട്ടുള്ള ആ ലീഡേഴ്സിനും അയച്ച കത്താണ്. ആ കത്തിൽ വളരെ കൃത്യമായി ഡെമോക്രസിയെക്കുറിച്ച്, റിസർവേഷനെക്കുറിച്ച്, സിറ്റിസൺഷിപ്പിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് കമ്പൈൽ ചെയ്തിട്ടുള്ള മാധവ ഖോൽസ എന്ന് പറയുന്ന ആളുടെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. അതിലെന്താ പറയുന്നത്? ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, more particularly in service. I am strongly against anything which inefficiency and second-rate standard എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതേ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ജൂൺ മാസം 27, 1961 ജൂൺ മാസം 27 വരെ നെഹ്റുവിൻ്റെ ഈ സ്റ്റാൻഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നെഹ്റു അതേ സ്റ്റാൻഡിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പോയത്. അതുകൊണ്ടാണ് 370-ാം വകുപ്പ് കൊടുത്തത്. 370-ാം വകുപ്പ് കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 370-ാം വകുപ്പ് കൊടുക്കുമ്പോൾ കാശ്മീരിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ റിസർവേഷനും അവരുടെ ആനുകൂല്യവുമാണ് ഭരണഘടനാപരമായി തകർക്കപ്പെട്ടത്. കോൺഗ്രസിന് അതിനകത്തൊരു വേദന ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് വേണമെങ്കിൽ അത് മാറ്റാമായിരുന്നു. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ എത്രയോ നേതാക്കന്മാർ, എൻ്റെ ഒരു നേതാവിൻ്റെ കുടുംബം മാത്രം 60 വർഷം ഇന്ത്യ ഭരിച്ചു. എവിടെ പോയി? പട്ടേലിൻ്റെ മകൾ മണിബൻ ഡൽഹിയിൽ ഭിക്ഷയാചിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. കോൺഗ്രസ് ഉണ്ടായിരുന്നില്ലല്ലോ കാണാൻ. കോൺഗ്രസ് ഉണ്ടായിരുന്നോ? നെഹ്റുവിൽ നിന്ന് അകലം പാലിച്ച നരസിംഹറാവുവിനെ പാർട്ടി ഓഫീസിൽ കയറ്റിയില്ല. ഭൗതിക ശരീരം, പട്ടേലിൻ്റെ ഭൗതിക ശരീരം കാണാൻ പോയ അന്നത്തെ ജീവനക്കാർക്ക്, ആ ജീവനക്കാരോട് എങ്ങനെയാണ് നെഹ്റു പെരുമാറിയതെന്ന് പട്ടേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഇവിടെ പല ആളുകൾ സൂചിപ്പിച്ചു, അമിതമായ വിശ്വാസമുണ്ടോ? ഒരമിത വിശ്വാസവും, ഞാനൊന്ന് തീർത്തോട്ടെ പ്ലീസ്, ഒരമിത വിശ്വാസവും BJPക്ക് ഇല്ല. പക്ഷേ ഇന്നത്തെ ചർച്ച എന്താ? ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് 400 സീറ്റ്, 370 സീറ്റ് BJP, 30 സീറ്റ് ബാക്കി എല്ലാവരും, അങ്ങനെ 400 കിട്ടും എന്നതാണ് ചർച്ച. ഇങ്ങനെ ചർച്ച വരാൻ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ ചർച്ച എന്താ? ഭൂരിപക്ഷം കിട്ടുമോ എന്നാ ചർച്ച. ആ ചർച്ച ഞങ്ങൾ മാറ്റി 400 കടക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ ശബ്ദമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്നത്. അത് അമിത ആത്മവിശ്വാസമല്ല, അത് അമിത വിശ്വാസവുമല്ല, അത് ക്രിയേറ്റിവിറ്റിയുടെ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഞങ്ങൾക്ക് കിട്ടുമെന്ന ഉത്തമ വിശ്വാസത്തിന്റെ വാക്കുകളും ശബ്ദവുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും സർദാർ പട്ടേലിന് ഭാരതരത്നം കൊടുത്തത് നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാരാണ്. എന്നാൽ താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ തടസ്സപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. തൊട്ടടുത്ത വർഷം അതെ, അത് അനൗൺസ് ചെയ്തത് ആരാന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ശരി, എന്തായാലും 91-92 കാലയളവിലാണ് പട്ടേലിന് ഭാരതരത്നം കൊടുക്കുന്നത്. അതെന്തായാലും BJP അധികാരത്തിൽ ഇല്ലല്ലോ. ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണല്ലോ. നെൽസൺ മണ്ടേലയ്ക്ക് വരെ ശേഷമാണ്. ഓക്കെ.